കൊളുത്തുന്നത് തിരുവോണത്തിന് സദ്യ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അണക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം ആ കാലത്ത് നിലവിളക്കിന്റെ വെളിച്ചത്തിലാണ് രാത്രി മുഴുവൻ വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും അടുത്ത ദിവസത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മുഴുവൻ നടത്തുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും തിരുവോണ ദിവസം രാവിലെ ഈ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന സാധനം നമുക്ക് പിന്നീടാണ് തുടങ്ങിയതെങ്കിലും അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് രാവിലെ എല്ലാവരും ഈ തലേദിവസം രാത്രി ഉണ്ടാക്കിയ ഉപ്പേരിയോ പടന്നുറുക്കോ ഇതൊക്കെ കൊണ്ടാണ് രാവിലത്തെ ആഹാരം കഴിക്കാറ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ തിരക്കിനിടയിലാണ്. അതിനിടയിലാണ് ഇന്ന് ഈ ഉത്രാട ദിവസം ഇങ്ങനെയൊരു കാര്യം കൂടി ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം വൈകിപ്പിക്കാൻ നിങ്ങളെ കാലതാമസം ഉണ്ടാക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ ഉത്രാടം ദിവസത്തിലെത്തുമ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വലിയൊരു സമ്മാനം തന്നിരിക്കുകയാണ്. ഞാൻ ആ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ GSTയുടെ ഭാഗമായിട്ടുള്ള നികുതി, ആ നികുതിയിൽ വലിയ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്നലെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് എന്നെ കാണാൻ വന്ന മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞത്, മലയാളികൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു ഓണസമ്മാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ എടുത്തിട്ടുള്ള തീരുമാനം. എല്ലാ വസ്തുക്കളുടെയും, പ്രത്യേകിച്ച് നിത്യോപയോഗ വസ്തുക്കൾ, അത് നമ്മുടെ ആഹാര ഭക്ഷ്യ എണ്ണകളാണെങ്കിലും അതുപോലെ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും, സോപ്പ്, അതുപോലെയുള്ള നിരവധി നിത്യോപയോഗ വസ്തുക്കൾ, ഈ വസ്തുക്കളുടെയൊക്കെ നികുതി നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതിയിൽ താഴെയോ അല്ലെങ്കിൽ പരിപൂർണമായും ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം. ആ തീരുമാനം ഇന്നലെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള രാജ്യത്തെ എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും അവരെല്ലാവരും അംഗങ്ങളായിട്ടുള്ള GST കൌൺസിൽ, ആ കൌൺസിൽ ചേർന്ന് ഇന്നലെ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വരുന്ന ഏതാനും മാസങ്ങൾക്കകം ഈ തരത്തിലുള്ള ഒരു വലിയ തീരുമാനം വരാൻ പോവുകയാണ്, അത്തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. 16-ാം തീയതിയും 17-ാം തീയതിയൊക്കെ ഞാൻ, ഓഗസ്റ്റ് മാസം 16-ഉം 17-നും ഒക്കെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചില പരിപാടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോ ധനകാര്യമന്ത്രി ഈ തയ്യാറെടുപ്പിന്റെ തിരക്കുകളിലാണ്. ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസം ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടത്തുകയാണ്. അതുകൊണ്ട് അവർക്ക് മറ്റു പരിപാടികൾക്ക് സംബന്ധിക്കാനുള്ള അസൗകര്യം അന്ന് അവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ ആൾക്കാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓണത്തിന് മുൻപ് തന്നെ ഈ തീരുമാനമുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നിത്യോപയോഗ വസ്തുക്കളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണ പോലെയുള്ള വസ്തുക്കളുടെ വില, ഇപ്പോ ആൾക്കാർ അതുകൊണ്ട് വീട്ടിൽ പാചകം ചെയ്യാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിത്യോപയോഗ വസ്തുക്കളുടെ അടക്കം വില പിടിച്ചു നിർത്താൻ, ആ വില കുറയ്ക്കാൻ, അതിന് ഉതകുന്ന തരത്തിലുള്ള തീരുമാനം, ആ തീരുമാനം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എടുത്തിട്ടുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു ഓണസമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, 10-20 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരിക്കകം വാർഡ് കമ്മിറ്റി ഈ തരത്തിൽ ഓണത്തിന്റെ ഭാഗമായി, ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ ഈ നാട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും
അങ്ങനെ അല്ലാത്തവർക്കും അങ്ങനെയുള്ളവർക്കുമെല്ലാം അവർക്കെല്ലാവർക്കും ഒരു ഓണസമ്മാനം നൽകുക എന്നുള്ള ഒരു പതിവ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കോവിഡിന്റെ കാലം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. എല്ലാവരും വീട്ടിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തനം നിർത്തിവെച്ച ഒരു സാഹചര്യമാണ് രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഭരണത്തിൽ വരാനും വേണ്ടി മാത്രമല്ല, ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടി നടത്തേണ്ടത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആ കാലത്ത് പലരും ജോലിക്ക് പോകാൻ കഴിയാതെ, വരുമാനമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്ന ഘട്ടത്തിൽ വീടുകളിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണപ്പൊതി അടക്കം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം രാജ്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് ജനസേവനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം പ്രവർത്തകർ എന്നുള്ള തരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി 2014 അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ ആ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കുന്നതിന് പകരം എന്നെ പ്രധാന സേവകൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എല്ലാവർക്കും, തന്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ സുഖകരമായിട്ടുള്ള ജീവിതം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാ വീട്ടിലും ശുചിമുറികൾ, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഓണക്കാലത്തിന്റെ സന്ദേശം. ഓണം മാവേലി നാടുവാണിടം കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവരും സുഖത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യമാണ് ഭരണാധികാരികളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി ഇന്ന് ഈ ഓണക്കാലത്ത് ഈ തരത്തിൽ ഓണം ആഘോഷിക്കാൻ ഉതകുന്ന വസ്തുക്കൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ഓണാഘോഷത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്ന ഈ കരിക്കകം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.